സർവമായ സർവ്വതും തൂക്കി ക്രിസ്മസിന് നിവിൻ പോളി വെറും 10 ദിവസം, നാളെ 10 ദിവസം തികയുമ്പം ഇപ്പോഴത്തെ ട്രാക്കേഴ്സിന്റെ കളക്ഷൻ അനുസരിച്ച് 100 കോടിയിലേക്കാണ് സിനിമ. 100 കോടി, 10 ദിവസം 100 കോടി. നിവിൻ പോളിയുടെ അടിക്കുന്ന ആദ്യത്തെ സോളോ 100 കോടി അടിക്കുകയാണ്. ഒരു ചില്ലറ കാര്യമായിട്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം ഒരു നല്ല രീതിയിൽ അതിനെ അഖിൽ സത്യൻ മേക്ക് ചെയ്തു. എല്ലാവരുടെയും പെർഫോമൻസുകൾ സൂപ്പർ. ടെക്നിക്കലി അത്ര ബ്രില്യൻ്റ് ഒന്നും അല്ലെങ്കിൽ നല്ല നൈസായിട്ട് ചെയ്തു പോയിട്ടുണ്ട്. നിവിൻ പോളിയുടെ നല്ല, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എങ്ങനെ നിവിൻ പോളിയെ കാണണം, അപ്പോൾ മോഹൻലാലിനെ മമ്മൂട്ടി എങ്ങനെ കാണണം, നിവിൻ പോളി എങ്ങനെ കാണണം, അതുപോലെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അജു വർഗീസിൻ്റെ ജനാർദ്ദനൻ്റെ എന്ത് രസമായിട്ടുള്ള ക്യാരക്ടർ, നായിക അടിപൊളിയായിട്ടുണ്ട്. എല്ലാം കൊണ്ടും പടം എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. ഓരോ ദിവസവും കളക്ഷൻ ഒരു ഡ്രോപ്പ് പോലും വരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇങ്ങനെയില്ല, നമ്മളുടെ സ്ഥിരം ത്രില്ലറുകളും ക്രൈം ത്രില്ലറുകളും ഒക്കെ കണ്ടിട്ട് ഹാപ്പി മൂഡിൽ എല്ലാവർക്കും ഒരു പടം കാണാനുള്ള ഇഷ്ടത്തിൻ്റെ തെളിവാണ് സർവമായ. ഗംഭീര വിജയമാണ് കേട്ടത്. അന്നേരം 10 ദിവസം 100 കോടി എന്ന് പറയുന്ന ഒരു ലെവലിൽ ചിലപ്പോൾ ഒരു 25 മുതൽ 50 കോടി രൂപ ഇനി നേടിയില്ലെങ്കിൽ അതിശോക്തിയൊന്നുമില്ല. കാരണം ജനനായകൻ എന്ന് പറഞ്ഞ വിജയുടെ പടം വരുന്നതിന് മുമ്പ് അത്യാവശ്യം കളക്ഷൻ കിട്ടിയ ഒരു സെൻറ്ററോടെ പിടിച്ച് നിർത്താൻ പറ്റിയാൽ ഒരു 125-150 കോടിക്കിടയിലൊക്കെ കളക്ഷൻ വന്നേക്കാൻ ചാൻസ് ഉള്ള പടമാണ്. എന്തായാലും നിവിൻ പോളിയുടെ ഗ്രാൻഡ് കംബാക്കാണ്. അടിപൊളി. എൻ്റെ ക്രൂവിന് നാളെ 100 കോടി അടിക്കുന്നുള്ള ഏകദേശം ഉറപ്പായി. എൻ്റെ ക്രൂവിന് അഭിനന്ദനങ്ങൾ.